ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ പ്രേക്ഷകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ മാസത്തിൽ ദാനധർമ്മങ്ങളുടെ പ്രത്യേകതകളും സവിശേഷതകളും പ്രാധാന്യവും എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ ചോദ്യം. നമുക്കറിയാം, ദാനധർമ്മങ്ങൾ റമദാനിൽ മാത്രമല്ല എല്ലാ സന്ദർഭങ്ങളിലും ഒരു സത്യവിശ്വാസിയുടെ ഗുണമാണ്, സ്വഭാവചര്യയായി തീരേണ്ടതാണ്. എന്നാൽ ഏതൊരു പുണ്യകർമ്മവും റമദാനിൽ അനുഷ്ഠിക്കുമ്പോൾ അതിന് കൂടുതൽ പുണ്യം കൈവരുന്നു എന്ന കാര്യത്തിൽ സംശയവുമൊന്നും ഇല്ല. ഏത് നല്ല കാര്യവും സാഹചര്യത്തിൻ്റെയും സന്ദർഭത്തിൻ്റെയും മാറ്റമനുസരിച്ച് അതിൻ്റെ പ്രതിഫലത്തിലും വ്യത്യാസം ഉണ്ടാവുന്നു. ദാനധർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദാനത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നല്ല ആരോഗ്യവാനായിരിക്കുമ്പോൾ അയാൾ സമ്പന്നത ആഗ്രഹിക്കുന്നു, ദാരിദ്ര്യം ഭയപ്പെടുന്നു. അന്ത തസദ്ദഖ വ അന്ത സഹീഹുൻ ഷഹീഹുൻ തഅമുലുൽ ഗിന വ തഖാഫുൽ ഫഖർ വ തഖ്ശൽ ഫഖർ. സമ്പന്നത, ധന്യത, ഐശ്വര്യം ആഗ്രഹിക്കുന്നു ഒരാൾ, അതോടൊപ്പം തന്നെ ഉള്ളത് മുഴുവൻ ചെലവഴിച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം വന്ന് ഭവിക്കുമോ എന്ന് ആശങ്കിക്കുകയും ചെയ്യുമ്പോൾ അത്തരം സാഹചര്യത്തിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ് ഏറ്റവും ഉത്തമം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. ഒരാൾ മരിക്കാൻ കാലത്ത് ഇനി എനിക്ക് ഈ സമ്പത്തൊന്നും ഉപകാരപ്പെടുകയില്ല, ഇനി അത് സദഖ ചെയ്യട്ടെ, ദാനം ചെയ്യട്ടെ എന്ന് വിചാരിക്കുന്നത് പോലെയല്ല ഈ പറയുന്നത്. അദ്ദേഹത്തിന് സമ്പത്ത് ആഗ്രഹമുണ്ട്, സമ്പന്നതയും ധന്യതയും ഐശ്വര്യവും അയാൾ ആഗ്രഹിക്കുന്നു, കൂടുതൽ സമ്പത്ത് ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ എന്താണ് സംഭവിക്കുക എന്ന ഒരാശങ്കയും അദ്ദേഹത്തിനുണ്ട്. ആ സന്ദർഭത്തിൽ ആളുകൾ സ്വന്തം പോക്കറ്റിലുള്ള പൈസ, പണം അത് ചെലവഴിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. പ്രത്യേകിച്ച് പിശുക്കന്മാരാണെങ്കിൽ അവർക്കതിന് കഴിയുകയുമില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ, സാഹചര്യത്തിൽ സമ്പത്ത് ചെലവഴിക്കുക എന്നത് പുണ്യമുള്ള, ഏറ്റവും പുണ്യമുള്ള ഗണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെടുത്തിയിട്ടുള്ളത്. റമദാൻ പൊതുവെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പം അതുകൊണ്ട് ദാനധർമ്മങ്ങൾക്ക് കൂടുതലൊരു പ്രോത്സാഹനമായി മാറുന്നത് അതുകൊണ്ടാണ്. വിശപ്പ് എന്താണെന്ന്, ദാഹം എന്താണെന്ന് ഒരാൾ അനുഭവിക്കുകയാണ്. ഒരു അനുഗ്രഹം ഒരാളിൽ നിന്ന് ഇല്ലാതാകുമ്പോഴാണ് അതിൻ്റെ ഗുണം, എത്രമാത്രം വലിയ അനുഗ്രഹമാണത് എന്ന് ഒരാൾക്ക് ബോധ്യമാവുക. സമൃദ്ധമായി എല്ലാ സന്ദർഭത്തിലും ഭക്ഷണം കഴിക്കുന്ന ഒരാൾ, യാതൊരു പ്രയാസവും കൂടാതെ കാണാൻ ആഗ്രഹിക്കുന്നതെല്ലാം നോക്കാൻ കഴിയുന്ന കാഴ്ചശക്തിയുള്ള ഒരാൾ, കേൾക്കാൻ ഏത് ഇമ്പമുള്ളതും അല്ലാത്തതുമൊക്കെ കേൾക്കാൻ കേൾവിശക്തി ഉള്ള ഒരാൾ, അതുപോലെ തന്നെ സംസാരിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ലാതെ ചറപറ എന്ന് സംസാരിക്കുവാൻ കഴിയുന്ന ഒരാൾ, ഇത്തരം ആളുകൾക്ക് ഈ ശേഷികളുടെ, അനുഗ്രഹങ്ങളുടെ വൈപുല്യം, മഹത്വം ഒരിക്കലും അത് മനസ്സിലാവുകയില്ല, അതിനെന്തെങ്കിലും ഒരു ഭംഗമോ മുടക്കമോ സംഭവിച്ചാലല്ലാതെ. അപ്പോൾ അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ, വിശക്കുന്ന സന്ദർഭത്തിൽ ഭക്ഷണം കിട്ടുമ്പോഴുള്ള അനുഗ്രഹത്തെ സംബന്ധിച്ചൊക്കെ ബോധമുണ്ടാകുന്നു. ബോധമുണ്ടാകുമ്പോൾ ഒരു മാസത്തിൽ ഏതാനും പകലുകളിൽ ഒരല്പസമയം വിശപ്പും ദാഹവും സഹിക്കുന്നത് അതുപോലും അസഹ്യമാണെങ്കിൽ, പ്രയാസകരമാണെങ്കിൽ, ജീവിതത്തിലെ നല്ലൊരു ഭാഗവും മര്യാദയ്ക്ക് വിശപ്പ് മാറ്റാൻ കഴിയാതെ പട്ടിണി കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ബോധം, ദാഹിച്ച് വലയുന്നവരെ സംബന്ധിച്ചുള്ള ബോധം മനസ്സിൽ, ഏതൊരു സമ്പന്നൻ്റെയും മനസ്സിൽ ഉണ്ടാകുന്നു. അപ്പോൾ അവന് കൂടുതൽ ദാനധർമ്മങ്ങൾ ചെയ്യുവാനുള്ള, അവരെ സഹായിക്കണം എന്ന് തോന്നാനുള്ള, ഇത് തനിക്ക് നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദി പ്രകാശിപ്പിക്കണമെന്ന ബോധം അവനിൽ ഉണ്ടാകുവാനൊക്കെ അത് കാരണമാകുന്നു. മാത്രമല്ല, ഇങ്ങനെ അയാൾ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ആ സമ്പത്ത് യഥാർത്ഥത്തിൽ കുറയുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചിട്ടുള്ളത്. മാ നഖസ മാലുൻ മിൻ സദഖ. സമ്പത്ത് ദാനം ചെയ്യുക വഴി ഒരാളുടെയും ഒരു സമ്പത്തും തന്നെ കുറഞ്ഞു പോവുകയില്ല എന്ന് അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അള്ളാഹു തന്നെ വിശദീകരിക്കുന്നത്, വമാ ആതൈതും മിൻ സകാത്തിൻ തുരീദൂന വജ്ഹല്ലാഹി ഫഉലൈക ഹുമുൽ മുളഇഫൂൻ. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ അവരാണ് തങ്ങളുടെ സമ്പത്ത് ഇരട്ടിപ്പിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും കമസലി ഹബ്ബത്തിൻ അമ്പത്തത്ത് സബഅ സനാബില, 7 കുലകൾ ഉൽപ്പാദിപ്പിച്ച ഒരു ധാന്യമണി പോലെയാണ്. ഫീകുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ, അതിൽ ഓരോ കതിരിലും 100-ലധികം ധാന്യമണികൾ. വല്ലാഹു യുളായിഫു മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഇരട്ടിപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് ദാനധർമ്മങ്ങളെ അള്ളാഹു സ്വീകരിക്കുന്നതിൻ്റെ രൂപം. എല്ലാ വർഷവും ഉദാരന്മാർ തന്നെയാണ് ഏറ്റവും വലിയ ഉദാരന്മാരാവുക. എല്ലാ വർഷവും പിശുക്കന്മാർ കൂടുതൽ പിശുക്കന്മാരായി മാറുകയേ ഉള്ളൂ. അത്തരം പിശുക്കന്മാരുടെ സമ്പത്ത് അവർക്കോ അവരുടെ വേണ്ടപ്പെട്ടവർക്കോ അനുഭവിക്കാൻ കഴിയാതിരിക്കുക എന്ന ദുരന്തവും നമുക്കറിയാം, നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ആവേശത്തോടുകൂടി ചെയ്യുക. അതെല്ലാം അള്ളാഹുവിങ്കൽ വലിയ വിലമതിക്കുന്ന കാര്യങ്ങളായി നമുക്ക് നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്നതായി മാറും. അതിൻ്റെ പുറമെ ദുനിയാവിൽ ഈ ലോകത്ത് തന്നെ വെച്ച് പല അപകടങ്ങളും മുസീബത്തുകളും രോഗങ്ങളുമൊക്കെ നമുക്ക് വരുന്നതിൽ നിന്ന് തടയാൻ അത് കാരണമാക്കും എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദാനധർമ്മങ്ങളുടെയും പുണ്യകർമ്മങ്ങളുടെയും പൂക്കാലമായ റമദാനിനെ ആ അർത്ഥത്തിൽ എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.